വചനം 5 വാക്കർത്ഥം. ബൽ എങ്കിലും, പക്ഷേ, യുരീദു ഉദ്ദേശിക്കുന്നു, അൽ ഇൻസാനു മനുഷ്യൻ, ലിയഫ്ജുറ ദുർവൃത്തി തോന്യാസം ചെയ്യാൻ, അമാമ അവൻ്റെ മുമ്പോട്ട് അഥവാ ഭാവിയിൽ. ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമഹ് പക്ഷേ മനുഷ്യൻ അവൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ തോന്യാസം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. വചനം 6 വാക്കർത്ഥം. യസ് അലു അവൻ ചോദിക്കുന്നു, അയ്യാന ഏതൊരവസരത്തിലാണ്, യൗമുൽ ഖിയാമ ഖിയാമത്ത് നാൾ. യസ്അലു അയ്യാന യൗമുൽ ഖിയാമഹ് അവൻ ചോദിക്കുന്നു ഏതവസരത്തിലാണ് ഖിയാമത്ത് നാൾ എന്ന്. വചനം 7 വാക്കർത്ഥം. ഫഇദാ ബരിഖ എന്നാൽ മിന്നി അഥവാ അഞ്ചിയാൽ, അന്താളിക്കുമ്പോൾ, അൽ ബസ്വറു കണ്ണ് അഥവാ ദൃഷ്ടി. ഫഇദാ ബരിഖൽ ബസർ എന്നാൽ കണ്ണ് അഞ്ചിപ്പോയാൽ അഥവാ അന്താളിച്ചു പോയാൽ. വചനം 8 വാക്കർത്ഥം. വഖസഫ ഇരുളടയുകയും അഥവാ വെളിച്ചം പോകുകയും, അൽ ഖമറു ചന്ദ്രൻ. വഖസഫൽ ഖമർ ചന്ദ്രൻ പ്രകാശം പോയി ഇരുളടയുകയും ചെയ്താൽ. വചനം 9 വാക്കർത്ഥം. വജുമിഅ ഒരുമിച്ച് കൂട്ടപ്പെടുകയും, അശ്ശംസു വൽ ഖമറു സൂര്യനും ചന്ദ്രനും. വജുമിഅ അശ്ശംസു വൽ ഖമർ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ. വചനം 10 വാക്കർത്ഥം. യഖൂലുൽ ഇൻസാനു മനുഷ്യൻ പറയും, യൗമഇദിൻ ആ ദിവസം, ഐന എവിടെയാണ്, എങ്ങോട്ടാണ്, അൽ മഫർ ഓടി രക്ഷപ്പെടുന്ന സ്ഥാനം അല്ലെങ്കിൽ ഓടിപ്പോക്ക്. യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ അന്നത്തെ ദിവസം മനുഷ്യൻ പറയും, എവിടെയാണ് ഓടി രക്ഷപ്പെടുന്നത്. വചനം 11 വാക്കർത്ഥം. കല്ല അങ്ങനെയല്ല, അതില്ല, ലാ വസറ രക്ഷയില്ല, അഭയസ്ഥാനമില്ല. കല്ലാ ലാ വസർ അതില്ല, രക്ഷയേ ഇല്ല. വചനം 12 വാക്കർത്ഥം. ഇലാ റബ്ബിക നിന്റെ റബ്ബിങ്കലേക്കാണ്, യൗമഇദിൻ അന്നത്തെ ദിവസം, അൽ മുസ്തഖർ അടക്കം, ചെന്നുകൂടൽ. ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ നിന്റെ റബ്ബിങ്കലേക്കത്രേ അന്നത്തെ ദിവസം ചെന്ന് അടങ്ങുന്നത്. 5 മുതൽ 12 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അവിശ്വാസിയായ മനുഷ്യൻ അവൻ്റെ ഭൂതകാലം ഏതായാലും നഷ്ടപ്പെടുത്തി. എന്നാൽ ഭാവിയും നഷ്ടപ്പെടുത്തുമാറ് തോന്നിയാസം തുടരുവാനാണ് അവൻ തുനിയുന്നത്. മരണാനന്തര ജീവിതത്തെയും അതിലെ അനുഭവങ്ങളെയും അവൻ നിഷേധിക്കുന്നു. നിങ്ങൾ പറഞ്ഞു കേൾക്കുന്ന ഈ ഖിയാമത്ത് നാൾ എപ്പോഴാണുണ്ടാകുക എന്ന് അവൻ നിഷേധപൂർവം പരിഹസിക്കുന്നു. എന്നാൽ അവൻ അറിഞ്ഞിരിക്കട്ടെ, അതത്ര വിദൂരമൊന്നുമല്ല. അത് എപ്പോൾ എന്നതിനേക്കാൾ ആലോചിക്കേണ്ടത് അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അത് സംഭവിക്കുമ്പോൾ ലോകത്തിൻ്റെ നിലയെല്ലാം മാറിപ്പോകും. മനുഷ്യൻ അന്താളിച്ച് ഭയവിഹ്വലനായിത്തീരും. മിന്നലേറ്റവണ്ണം അവൻ്റെ കണ്ണുകൾ അഞ്ചിപ്പോകും. ചന്ദ്രൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ട് അത് ഇരുട്ടുമയമായിത്തീരും. സൂര്യനും ചന്ദ്രനും ഒരേ സ്ഥാനത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും. ഇങ്ങനെയുള്ള ആ ഘോരസമയം വന്നു കഴിഞ്ഞാൽ, അപ്പോൾ മനുഷ്യൻ സഹികെട്ട് രക്ഷാമാർഗത്തിന് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ എവിടെ നിന്ന് രക്ഷ കിട്ടുവാനാണ്? എല്ലാവരും ലോകരക്ഷിതാവിൻ്റെ കോടതിയിൽ സമ്മേളിക്കേണ്ട ദിവസമാണത്. ഒരാൾക്കും അതിൽ നിന്ന് രക്ഷയില്ല, ആർക്കും അതിൽ നിന്ന് ഒഴിവുമില്ല. ചന്ദ്രൻ്റെ വെളിച്ചം പോയി ഇരുളടയുക, സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുക എന്നിങ്ങനെയുള്ള അത്യുഗ്രമായ സംഭവ വികാസങ്ങൾ
പലതും ഖിയാമത്ത് നാളിൽ സംഭവിക്കാനിരിക്കുന്നതായി അള്ളാഹു അറിയിക്കുന്നു. താഴെ സൂറത്തുകളിൽ കൂടുതൽ സംഭവങ്ങളെക്കുറിച്ച് കാണാവുന്നതുമാണ്. അവ ഓരോന്നിനെ സംബന്ധിച്ചും അള്ളാഹു എന്തു പറഞ്ഞുവോ അതേപടി അത് സംഭവിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതങ്ങനെ തന്നെ വിശ്വസിക്കൽ കടമയുമാണ്. പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിച്ചു വിവരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അള്ളാഹു പറയുന്നു,